തദ്ദേശ തെരഞ്ഞെടുപ്പുകളാണ്. രാഷ്ട്രീയ സഖ്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. സീറ്റ് വിഭജനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയുന്നു. ഈ കഴിഞ്ഞ കുറേ നാളുകളായി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലൊന്നാണ് UDFിൻ്റെ, കോൺഗ്രസിൻ്റെ ഈ ജമാഅത്തെ ഇസ്ലാമി സഖ്യം, മതരാഷ്ട്രവാദികളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ സഖ്യം. UDF നിലമ്പൂർ തെരഞ്ഞെടുപ്പിലൊക്കെ അവർ പരസ്യമായിട്ട് പറയുന്നത് നമ്മൾ കണ്ടതാണ്. പരസ്യമായിട്ട് പറഞ്ഞു എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവർക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതും നമ്മൾ കണ്ടതാണ്. എന്നാൽ മതരാഷ്ട്രവാദം പറഞ്ഞുകൊണ്ട് മതരാഷ്ട്രത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള അവരുടെ സെമിനാർ പിന്നീട് നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. പ്രതിപക്ഷ നേതാവിനോട് അന്ന് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മിണ്ടാതെ പോകുന്നതും നമ്മുടെ മുൻപിലുണ്ട്. ഏതായാലും ഇതാ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും UDF ജമാഅത്തെ ഇസ്ലാമി സഖ്യം പ്രധാനപ്പെട്ട ചർച്ചയായി നിൽക്കുകയാണ്. പക്ഷേ ഇത്തവണ രഹസ്യബന്ധത്തിന് ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. പല തദ്ദേശ സ്ഥാപനങ്ങളിലും സഖ്യത്തിന് രഹസ്യധാരണയായിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമില്ലെന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ നാടകമാണ് ഇതോടെ പൊളിഞ്ഞു വീഴുന്നത്. അതേസമയം കൂട്ടുകെട്ട് തള്ളാതെ PK കുഞ്ഞാലിക്കുട്ടി കാത്തിരിക്കൂ എന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടി. സഖ്യ തീരുമാനം ഒന്നും എടുത്തിട്ടില്ലല്ലോ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ റിസർച്ച് ഞങ്ങളെ പിന്നാലെ തന്നെ കൂടണ്ട. PV കുട്ടൻ കോഴിക്കോട് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നതെന്ന്. കുട്ടൻ, ഗുഡ് മോർണിംഗ്. പരസ്യ സഖ്യം വേണ്ട, പകരം നമുക്ക് രഹസ്യമായിട്ട് കൂട്ടുകൂടാം എന്നാണോ കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയും, മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തുള്ള ധാരണ? മനു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് UDFും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയും ഒന്നിച്ചു ചേർന്നാണ് പല പഞ്ചായത്തുകളിലും നഗരസഭകളിലും ഒക്കെ മത്സരിച്ചത്. ഇത്തവണയും അതിൽ നിന്ന് വ്യത്യസ്തമായൊരു രാഷ്ട്രീയ സാഹചര്യമില്ല. നേരത്തെ തന്നെ വെൽഫെയർ പാർട്ടി നിലപാട് വ്യക്തമാക്കിയിരുന്നു. UDFിന് പിന്തുണ നൽകുന്ന കാര്യം നമുക്ക് നിലമ്പൂർ ബൈ ഇലക്ഷൻ സമയത്ത് ഉൾപ്പെടെ പരസ്യമായ പിന്തുണ നൽകിയതൊക്കെ നമുക്കറിയാം. അത് കേരളീയ സമൂഹത്തിൽ വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കുമൊക്കെ ഇടയാക്കിയിരുന്നു. കാരണം തീവ്രവർഗീയ കക്ഷിയായ ഇത്തരമൊരു രാഷ്ട്രീയ പാർട്ടിയോട്, ഇത്തരമൊരു സംഘടനയോട് എങ്ങനെയാണ് UDFിന് ഒന്നിച്ചു ചേർന്ന് പോകാൻ പറ്റുക എന്നുള്ള ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ നിയമസഭ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ നമ്മൾ തന്നെ പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഒരു മുമ്പേ അറിയുന്ന രീതിയിലേക്കുള്ള ഒരു രാഷ്ട്രീയ നാടകത്തിന് തയ്യാറായിരിക്കുന്നത്. കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി തങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബന്ധവും സഖ്യവും ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ കൃത്യമായി നേരത്തെ തന്നെ പരസ്യമായ ഒരു സഖ്യം വേണ്ട എന്നുള്ള, അത് ഈ ഒരു വിവാദമാകുന്നൊരു പശ്ചാത്തലത്തിൽ പരസ്യമായ സഖ്യം എന്നത് മാറ്റിക്കൊണ്ട് രഹസ്യമായ, നേരത്തെയൊക്കെ മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായതുപോലെയുള്ള രഹസ്യമായ സഖ്യം എന്ന നിലയിലേക്ക് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതേസമയം മുസ്ലിം ലീഗ് ആവട്ടെ ഈ കൂട്ടുകെട്ടിനെ, ഈ സഖ്യത്തെ ഒരു കാരണവശാലും തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ PMA സ്ഥലം ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് വെൽഫെയർ പാർട്ടിയുമായി കൂട്ടുകൂടുമെന്നുള്ളതാണ്. ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടിയോട് ഈ DCC പ്രസിഡന്റ് പ്രതികരണം സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചിരിക്കുന്നത്, നേരത്തെയും പരസ്യമായ സഖ്യമായിരുന്നില്ലല്ലോ, നമുക്ക് ഒരു കാര്യം ചെയ്യാം, കുറച്ച് കാത്തിരിക്കാം എന്നുള്ള മറുപടിയാണ് PK കുഞ്ഞാലിക്കുട്ടി നൽകിയത്. അതായത് അങ്ങനെ ഈ സഖ്യത്തെ UDF തള്ളുകയാണെങ്കിൽ, അങ്ങനെ സഖ്യമില്ല എന്ന് പറയുകയാണെങ്കിൽ UDFിൻ്റെ നമുക്കറിയാം പ്രതിപക്ഷ ഉപനേതാവും മുതിർന്ന നേതാവുമാണ് PK കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹത്തിന് വളരെ കൃത്യമായ നിലപാട് വ്യക്തമാക്കാം. ഒരു കാരണവശാലും ഈ തീവ്രവർഗീയ കക്ഷിയുമായി നമ്മൾ കൂട്ടുകൂടില്ല എന്നുള്ള നിലപാട് അദ്ദേഹത്തിന് പ്രഖ്യാപിക്കാം. പക്ഷേ ആ പ്രഖ്യാപനം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, വളരെ തഴുകിക്കൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന തരത്തിലുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മനു, നമുക്കറിയാം നിലവിലുള്ള ചില തദ്ദേശ സ്ഥാപനങ്ങളെടുത്താൽ മുക്കം നഗരസഭ, മലപ്പുറത്തെ കൂട്ടലങ്ങാടി, അതുപോലെ കോഴിക്കോട്ടെ കാരശ്ശേരി, കൊടിയത്തൂർ ഉൾപ്പെടെയുള്ള നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ തവണ, അതായത് ഇപ്പോൾ നിലവിലുള്ള ഈ ഭരണസമിതി എന്ന് പറയുന്നത്, ഭരണസമിതി മാത്രമല്ല പല പഞ്ചായത്തുകളിലും മത്സരിച്ചതുൾപ്പെടെ UDFും അതോടൊപ്പം തന്നെ UDFിൻ്റെ കൂടെ ജമാഅത്തെ ഇസ്ലാമി ചേർന്നുകൊണ്ടാണ് പല പഞ്ചായത്തുകളിലും മത്സരം നടത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ ഇത്തവണ മലപ്പുറത്തെ മമ്പാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പരസ്യമായ സഖ്യം, അതായത് മുസ്ലിം ലീഗ് ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്നുകൊണ്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് രാഷ്ട്രീയ നാടകത്തിൻ്റെ ഭാഗമായി DCC പ്രസിഡന്റ് ഇത്തരമൊരു വാദം ഉന്നയിക്കുന്നത്. ഏതായാലും പരസ്യമായ സഖ്യത്തിലേക്ക് തന്നെ പോകും. കാരണം മുസ്ലിം ലീഗ് വളരെ ശക്തമായി വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി, ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി നിലനിൽക്കുന്നുണ്ട്, നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് തീരുമാനമെടുക്കാൻ പറ്റുന്ന ഘട്ടങ്ങളിലൊക്കെ അവർ പരസ്യമായ ഒരു നിലപാടിലേക്ക് പോകുമെന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. അതേസമയം കോൺഗ്രസ് ഈ പറയുന്ന രീതിയിൽ രഹസ്യമായ ബന്ധത്തിലൂടെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുക. മനു, ശരി, ഓക്കെ, താങ്ക് യു കുട്ടൻ. കുട്ടനാണ് ഈ സമഗ്രമായ വിവരങ്ങൾ നമുക്ക് നൽകിയത്.